താരങ്ങളെ, സഹോദരങ്ങളെ, കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ആദ്യമായി ഇങ്ങനെയൊരു സംഭവം സംഘടിപ്പിച്ചത് അധ്യാപകരുടെ കായികശേഷിയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ കായികശേഷിയും വർദ്ധിപ്പിക്കാനുള്ള രൂപത്തിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കോവിഡാനന്തരത്തിൽ അവരുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി വളരെ പ്രയാസപ്പെട്ട് എത്തിച്ചേർന്ന താരങ്ങളെ ഉത്തരങ്ങൾ പ്രശംസിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ ഈ സമ്മാനദാന ചടങ്ങിൽ നമ്മുടെ പ്രിയങ്കരായ രണ്ട് സാരഥികൾ, നമ്മുടെ തറവാട് പട്ടേ ഇവിടുത്തെ തറവാടായ നമ്മുടെ അബ്ദുൽ ഹമീദ് വാസർ എംഎൽഎയും അതുപോലെ തന്നെ നമുക്കൊക്കെ ആവേശം യുവാക്കളുടെ ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നജീബ് ഗാന്ധവരും രണ്ടാളുകളും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ ഈ സമ്മാനദാന ചടങ്ങിനെത്തിയതിൽ അവര് മുക്തകണ്ട് പ്രസിഡന്റ് അധ്യക്ഷൻ സംസ്ഥാന നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎ നജീബ് ഗാന്ധപുരം, നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട അഹമ്മദ്, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് നാസർ, സെക്രട്ടറി സലാം, നമ്മുടെ സക്കീർ, സുബൈർ, മജീദ് തുടങ്ങിയ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകന്മാരാണ്, നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരാണ്, പ്രിയപ്പെട്ട പ്ലെയേഴ്സ്, സുഹൃത്തുക്കളെ, KSTUവിൻ്റെ ഭാരവാഹികൾ, നമ്മുടെ കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് യൂണിയൻ നമുക്കെല്ലാവർക്കും അറിയാം വളരെ നല്ല രീതിയിൽ കേരളത്തിൻ്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി പ്രതിപക്ഷത്ത് അധ്യാപകരുടെ ജീവനക്കാരുടെ അവകാശ സംരക്ഷണ പരിപാടികളുമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷത്ത് ഇന്നിപ്പോൾ അധ്യാപകരുടെ ആവശ്യങ്ങൾ വളരെ സമർത്ഥമായിട്ട് ഉന്നയിക്കുന്ന അധ്യാപക സംഘടനയായി നമ്മുടെ KSTU മാറിയിട്ടുണ്ട്. യാതൊരു സംശയമില്ല. വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ എല്ലാ സപ്പോർട്ടും ആ അധ്യാപക സംഘടനയ്ക്കുണ്ട് എന്നുള്ളതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ അക്കാഡമിക് തലത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനം, അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രവർത്തനം, അതൊക്കെ വളരെ ഭംഗിയായി നടത്തുന്നതോടൊപ്പം മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ളൊരു മത്സരം 4-5 സ്ഥലങ്ങളിലായിട്ട് വിവിധ സ്ഥലങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് ഇവിടെയാണ് നടത്താൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചത്. ഒരു നല്ല സംഘാടക സമിതി രൂപീകരിച്ചു, നല്ലൊരു സ്ഥലവും അതിനുവേണ്ടി നിങ്ങൾ കണ്ടെത്തി. വളരെ നല്ല രീതിയിൽ ആ മത്സരം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ ടീമിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ജയിക്കാൻ സാധിക്കില്ല, ഒരു ടീമിനെ ജയിക്കാൻ സാധിക്കുള്ളൂ. അതിൽ ഏറ്റവും നല്ല കളി കാഴ്ചവെച്ച ടീം, അതുപോലെ തന്നെ ബെസ്റ്റ് പ്ലെയേഴ്സ്, അതുമായി ബന്ധപ്പെട്ട നിരവധി ട്രോഫികളൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിന് അർഹരായ മുഴുവൻ ആൾക്കാരെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. ഞാനൊക്കെ അധ്യാപകനായിരുന്ന സന്ദർഭത്തിൽ ഞാൻ അങ്ങോട്ട് പറയാം, ഞാൻ അധ്യാപകനായിരുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ അധ്യാപകനായ ആളാണ്. ഏകദേശം ഒരു 20 വയസ്സ് സമയത്ത് ഞാൻ അധ്യാപകനായിട്ട്. അന്ന് നമ്മുടെ ഈ സ്കൂൾ അത്ലറ്റിക് മീറ്റ് നടക്കുമ്പോൾ സന്ദർഭത്തിൽ അധ്യാപകന്മാരുടെ മത്സരം നടന്നില്ല. അന്ന് ഞാൻ ആ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് 100 മീറ്റർ 200 മീറ്ററിന് സമ്മാനം വാങ്ങിയ ആളാണ് ഞാൻ, അധ്യാപകന്മാരുടെ മത്സരത്തിൽ. ഇപ്പോഴും ഒന്ന് ഓടിയ തരക്കില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇതുപോലെയുള്ള മത്സരങ്ങൾ നമ്മൾ ധാരാളം അധ്യാപകന്മാർ, നന്നായിട്ട് നല്ല അത്ലറ്റ്സിലെ അധ്യാപകന്മാർ, നന്നായി ഫുട്ബോൾ കളിക്കുന്ന അധ്യാപകന്മാരുണ്ട്, നന്നായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്ന അധ്യാപകന്മാരുണ്ട്. വിവിധ മത്സരങ്ങളിൽ വോളിബോളാവട്ടെ, ക്രിക്കറ്റാവട്ടെ, നല്ല പ്രാവീണ്യമുള്ള ഒട്ടനവധി അധ്യാപകന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കും ഇതിന് പ്രോത്സാഹനമാണ്, യാതൊരു സംശയമില്ല. ഇത് നമുക്ക് എല്ലാ വർഷവും ഈ അഹമ്മദിനോടും കരീമിനോടൊക്കെ പറയാനുള്ളത്, വളരെ നല്ല രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരണം. എല്ലാ വർഷവും ഇവിടെ നന്നായിട്ട് ഈ പരിപാടി നടക്കണം. ഇത് വലിയ തോതിലുള്ള ഒരു ആവേശം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ കോവിഡൊക്കെ പോയി, ഇപ്പോൾ ഞാൻ എൻ്റെ അവസാനത്തെ ഒരു പരിപാടി, ഞാൻ എൻ്റെ മണ്ഡലത്തിൽ പോകുന്നത് ഒരു നല്ല ടർഫ് ഗ്രൗണ്ട് ഉദ്ഘാടനവും ടൂർണമെൻറ്റ് ഉദ്ഘാടനവും കഴിഞ്ഞപ്പോൾ ഞാൻ വന്നത്. ധാരാളം ആൾക്കാർ. അപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാടും നഗരവും ഒക്കെ ആ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇതുപോലെ നമുക്കൊക്കെ കൂടാനും
ഇതുപോലെയുള്ള കളികളിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും KSTU നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളൊക്കെ നല്ല പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. നമ്മളൊക്കെ ഇതിൻ്റെ തുടക്കക്കാരാണ്. KSTU രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ആലോചനാ മീറ്റിങ്ങിനൊക്കെ പങ്കെടുത്താറാണ് ഞാൻ. അരിമ്പറ മുഹമ്മദ് മാഷൊക്കെ ഇതിൻ്റെ പ്രസിഡൻ്റാണ് സമയത്ത്. പിന്നെ അവിടെ നിന്നുള്ള ഓരോരോ അഹമ്മദാവട്ടെ, അബ്ദുള്ള ബാബൂരാവട്ടെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആൾക്കാരും വളരെ നല്ല ബന്ധം സ്ഥാപിക്കുന്ന ആൾക്കാരെയാണ്. ഇത് നമുക്ക് വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു അധ്യാപക സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സംഘടന എന്നുള്ള നിലക്ക് നിങ്ങളിൽ അധ്യാപക സമൂഹം അതുപോലെ തന്നെ പാർട്ടിയൊക്കെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായിട്ടും ഭംഗിയായിട്ടും സത്യസന്ധമായിട്ടും നിർവഹിക്കുന്നുണ്ട്. കോഴിക്കോടൊക്കെ നിങ്ങൾ തുറന്ന ആഫീസൊക്കെ അതിനൊരു കാരണമാണ്. തീർച്ചയായിട്ടും KSTU നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ നന്നായിട്ട് ഞങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കും. യാതൊരു സംശയമില്ല. ഞങ്ങളൊക്കെ എല്ലാ സഹകരണവും നിങ്ങൾക്കുണ്ടാവും. ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട അവസ്ഥയും അതുപോലെ KSTUവിൻ്റെ നേതാക്കന്മാരെന്ന് പ്രിയപ്പെട്ടവരെ, സംഘടനകളെ, നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പ്രഗത്ഭരായ ബാഡ്മിൻ്റൺ ടീമുകളെ നമ്മൾ വളരെ ഗംഭീരമായി ഒരു നല്ല ടൂർണമെൻറ്റിൻ്റെ പരിസമാപ്തിയിലാണ്. ജേതാക്കൾക്ക് എല്ലാ അനുമോദനങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പരിപാടി അധ്യാപകർക്കിടയിലെ ഏറ്റവും നല്ല ഒരു ബാഡ്മിൻ്റൺ താരങ്ങളെ വാർത്തെടുക്കാനും കണ്ടെത്താനും സാധിക്കുന്ന വിധത്തിൽ ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട KSTUവിൻ്റെ ഭാരവാഹികളെ മുഴുവനും എത്തിക്കാനാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചത്.